സൃഷ്ടിച്ചുകൊണ്ട് സീൻ പടം, സെറ്റ് പടം, നൈസ് പടം, എല്ലാം കിണ്ണം പടം. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് പടം കണ്ടിറങ്ങിയിട്ട്. അപ്പൊ വെക്കടാ വെടി ഹിറ്റായോ? കൊള്ളാം, ഹിറ്റായോന്നോ? ബമ്പറാ സാറേ. ജയിലർ കിട്ടിയതിന്റെ ഡബിൾ അല്ല, ത്രിബിൾ 1000 എണ്ണി തുടങ്ങാം. എനിക്ക് ആകപ്പാടുള്ള ഒരു ഫാനാണ് മിസ്സസ് കേദാരൻ കുട്ടപ്പൻ നായർ. അറിയാം. മുമ്പിലിരുത്തി മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ഫ്ലോപ്പ് ഇത്രയും ഹൈപ്പ് വെച്ച് ആൾക്കാരെ മൊത്തം വലിപ്പിക്കാൻ വേണ്ടിട്ട് എന്താ പറയാ, ഫ്ലോപ്പാണ്. 150 രൂപ പോയി. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലക്കാ കിട്ടേണ്ടത്. ഫയറാണോ? വെറും വേസ്റ്റ്, ഒരു വായിക്കൊള്ളത്തില്ല പടം. സമാധാനമായല്ലോ. കഥം ദൈവമൊക്കെ ഇത് വെച്ച് നോക്കണം, എന്ത് ബെറ്റർ സിനിമയാണെന്നറിയോ. വന്ന് കേറുന്നതിന് മുമ്പേ കലക്കാൻ തുടങ്ങിയോടോ. കലക്കലല്ല, ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും മോശം ഫിലിം. മോശം, വളരെ മോശം. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ ആകെ നിരാശയായി പോയി. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റ ആശാനും വീഴും. പണ്ണി വെച്ചിറക്കാൻ പ്രതീക്ഷിച്ച അത്ര ഒന്നുമില്ല, ഹൈപ്പിന് ഉള്ളതൊന്നുമില്ല. വെറുതെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്. അത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ അസലായി അഭിനയിച്ചു അല്ലേ ബാലു? നീയാണ് വെറും തല്ലിപ്പൊളിയായി പോയി. ബിൽഡപ്പനായ പേര് കേട്ട അമീർ ഖാൻ സാറിനെ കൊണ്ടുവന്നിട്ട് നേഴ്സറി പഠിക്കുന്ന അമ്പമടി LKG പിള്ളേരെ പോലെ ആക്കിയിട്ട് ഒരു ബീഡി കത്തിച്ച് കൊടുക്കണം. ദൈവമേ, ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. ഈ അമീർ ഖാനൊക്കെ എന്ത് തേങ്ങാപ്പിണ്ണാക്കിനാണ് ഈ പടത്തിൽ പിടിച്ചിട്ടൊന്നും ഒരു പിടുത്തമില്ല. നിന്റെ കരിനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. കളി കുറെ ഞാനും കണ്ടതാണ് മോനെ. അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും പോവാൻ തോന്നി. ഭയങ്കര ഓവറായി പോയി കേട്ടോ. പിന്നെ അനിരുദ്ധന്റെ മ്യൂസിക് ഒക്കെ നല്ലതാണ്, പക്ഷെ ഒരുപാട് അടുത്ത് ആവശ്യമില്ലാതെ ആ മ്യൂസിക് ഉണ്ട്. അപ്പൊ അത് കേട്ട് നമുക്ക് അത് കുറച്ച് അരോചകമാകുന്നുണ്ട്. പ്രവചനങ്ങൾ എപ്പോഴും ഭരിക്കണമെന്നില്ല. നമ്മുടെ സമയം നന്നായിരിക്കുമ്പോ പറയുന്നത് ഭരിക്കും. സൗബിന്റെ ആക്ടിങ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് റോളാണ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മതി മുത്തുമോനെ, അന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. യു ആർ വെരി റിയലി ലക്കി മാൻ. എഡ്ജ് ഓഫ് ദ സീറ്റ് മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവുന്ന പറഞ്ഞാൽ അങ്ങനത്തെ മൂവ്മെന്റ് ഒന്നുമില്ല. ഹൈപ്പ് മൂവ്മെന്റ് വരുമ്പോൾ അപ്പം തന്നെ ഡൗൺ ആയി പോകുന്നു. സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. പിന്നെ കഥയും നമുക്ക് കുറെ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുഴപ്പമില്ല, അത്യാവശ്യം ആവറേജ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു നോർമൽ പടം. കണ്ടോണ്ടിരിക്ക ഞാൻ വിചാരിച്ച അത്ര നന്നായില്ല, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. ഒരു ഓറ ഉണ്ടല്ലോ, ഒരു രജനീന്റെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി, അത് എവിടെ ഈ പടത്തിലില്ല. ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതെന്ത് രംഗം? ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വിവരമുള്ളടത്ത് വേണം കൊണ്ടേ കാണിക്കാൻ. എന്റെ അടുത്താണ് തെറ്റ്. ഇതിന്റെ കഥയാണെങ്കിൽ തന്നെ ഭയങ്കര കേട്ടുമടുത്ത പഴയ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ, അതായത് ഒരു പുതുമയില്ല. ഓക്കെ, ഞാൻ കഥ പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞത് എനിക്ക് കഥ വേണ്ടായിരുന്നു, പക്ഷെ എന്റർടൈനിങ് ആവണ്ടേ. എന്റെ ചിറകുടഞ്ഞ കിനാവുകൾക്ക് എന്തായിരുന്നു ഒരു കുഴപ്പം? നിന്റെ ചിറക് ഞാൻ ഒടിക്കും, മിണ്ടായിരുന്നോണം. എനിക്കൊരു തലവേദന പോലെ സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ പോയി കിടക്കട്ടെ കേട്ടോ, പോട്ടെ.